റേഷൻ കാർഡ് ഇല്ലാതെ ഇ-പോസ് യന്ത്രത്തിൽ വിരൽ വയ്ക്കാതെ OTP ഇല്ലാതെ നിലവിൽ നമുക്ക് റേഷൻ വാങ്ങാൻ കഴിയുമോ? ഇല്ല, അത് സാധ്യമല്ല. എന്നാൽ ഇനി അത് സാധ്യമാകും. ഇതൊന്നും ഇല്ലാതെ തന്നെ റേഷൻ വാങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് സംവിധാനം മാറാൻ പോവുകയാണ്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് സെക്ഷൻ ഇടത്തോട്ട് വലിച്ച് ഹൈപ്പ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓണാക്കി വെക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇപ്പോൾ AI കാലമാണല്ലോ, എന്തിനും ഏതിനും AI. അതുപോലെ AI ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളെ തിരിച്ചറിഞ്ഞ് റേഷൻ നൽകുന്ന രീതിയാണ് വരാൻ പോകുന്നത്. AI അഥവാ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊതുവിതരണ രംഗത്ത് വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് ഭക്ഷ്യവകുപ്പ്. സംസ്ഥാന സർക്കാരിന്റെ വിഷൻ 2031 പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ നീക്കം. ഇതിലൂടെ ജനങ്ങളുടെ വിശ്വാസ്യതയും സുതാര്യതയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇപ്പോൾ റേഷൻ മേഖല ഓൺലൈൻ സംവിധാനത്തിലാണെങ്കിലും ക്രമക്കേടുകൾക്കും പോരായ്മകൾക്കും സാധ്യതകളേറെയാണ്. AI സംവിധാനം എത്തിയാൽ പൊതുവിതരണ രംഗം പൂർണ്ണമായും സുതാര്യമാകുമെന്നാണ് പ്രതീക്ഷ. ഗുണഭോക്താക്കളുടെ ഉപഭോഗ രീതികൾ, ഗോഡൌണിലെ സ്റ്റോക്ക് നില, ചരക്ക് നീക്കം, ധാന്യ സംഭരണം, ഗുണനിലവാര പരിശോധന, സാമ്പത്തിക ഇടപാടുകൾ ഇതെല്ലാം ഇനി AI നിരീക്ഷണത്തിനായിരിക്കും. സംഭരണ ഗോഡൌണുകളിലും ചരക്ക് വാഹനത്തിലും AI സംവിധാനത്തോടെയുള്ള സെൻസറുകൾ സ്ഥാപിക്കുന്നത് വഴി താപനില, ഈർപ്പം, കീടങ്ങളുടെ സാന്നിധ്യം തുടങ്ങിയവ നിരീക്ഷിച്ച് ധാന്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കഴിയും. മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിന് ഓട്ടോമാറ്റിക് അലർട്ട് ലഭിക്കും. ഇതുവഴി ധാന്യം ചീത്തയാകുന്നതിന് മുമ്പേ പ്രതിരോധ നടപടി സ്വീകരിക്കാനാകും. ഇനി വിരലമർത്തണ്ട, OTP വേണ്ട. റേഷൻ കാർഡോ ആധാർ കാർഡോ ഇല്ലെങ്കിലും റേഷൻ ലഭിക്കും. ഫേസ് റെക്കഗ്നീഷൻ ആപ്പ് അഥവാ മുഖം തിരിച്ചറിയൽ ആപ്പ് വഴിയുള്ള റേഷൻ വിതരണ സംവിധാനം വരുന്നതോടുകൂടി മുഖം തിരിച്ചറിഞ്ഞാൽ മതി, റേഷൻ ലഭിക്കും. AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ പൊതുവിതരണ രംഗം കൂടുതൽ സ്മാർട്ടും സുതാര്യവും ജനസൗഹൃദവുമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ സംവിധാനം വഴി ഏത് പ്രദേശത്താണ് കൂടുതൽ ധാന്യം ആവശ്യമുള്ളത്, എവിടെയെങ്കിലും ചരക്കുകൾ കുടുങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്റ്റോക്ക് കുറവാണോ എന്നൊക്കെ തത്സമയം കണ്ടെത്താനാകും. ഓഡിറ്റിങ്ങിനും AI സംവിധാനം പ്രയോജനപ്പെടുത്തും. ഇതോടെ മാനുവൽ പരിശോധനകളിൽ ഉണ്ടാകുന്ന പിഴവുകൾ കുറയുകയും വിതരണത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും വിശ്വാസ്യത വർദ്ധിക്കുകയും ചെയ്യും. AI സംബന്ധിച്ച വിശദാംശങ്ങൾ പിന്നീട് അധികൃതർ വ്യക്തമാക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ റേഷൻ സംവിധാനത്തിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പറഞ്ഞതുപോലെയൊക്കെ നടക്കുമോ? അത് വിജയകരമാകുമോ? അതോ AI ക്യാമറ സ്ഥാപിച്ചതുപോലെ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.